വയനാടിന്റെ തനിമയാർന്ന സൗരഭ്യം, ആ ഊർജം തിരികെ പിടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിട്ടാണ് ഞാൻ ഈ ഫെസ്റ്റിവലിനെ കാണുന്നത്. വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച വയനാട് തിരിച്ചു കയറുക, ആ തിരിച്ചു കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജപ്രവാഹമാണ് സ്വാഭാവികമായിട്ടും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക്, ഇവിടെയുള്ള ജനങ്ങൾക്ക് ഈ ഫെസ്റ്റിവലിൽ നിന്ന് ലഭിക്കുന്നത്. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ വയനാട്ടിലേക്ക് ആൾക്കാർ വരാൻ അല്പം അമാന്തിക്കുന്ന അല്ലെങ്കിൽ അയക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഫെസ്റ്റിവല് ജനങ്ങൾ കൊണ്ടാടുക. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വയനാട്ടിലേക്ക് പൊഴുകയാണ്. അതും ഈ ഗ്രാമാന്തരീക്ഷം പരിചയപ്പെടാൻ വേണ്ടി, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സ്വായത്തമാക്കാൻ. നമ്മുടെ സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യച്യുതി സംഭവിക്കുക അവിടെ ആ പൊതു ഇടങ്ങൾ ശുഷ്കമാകുമ്പോഴാണ്. നമ്മളൊക്കെ പണ്ട് നമ്മുടെ നാട് സാമൂഹ്യപരമായിട്ട് വികസിച്ചത്, പുരോഗതിയിലേക്ക് പോയത് പൊതു ഇടങ്ങളെ മുൻനിർത്തിയാണ്. നമ്മുടെ വായനശാലകളോ മറ്റ് സാംസ്കാരിക കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. എന്നാണോ കേരളത്തിൻ്റെ പൊതു ഇടങ്ങൾ ശുഷ്കിച്ചു പോയത്, ചുരുങ്ങിപ്പോയത്, അപ്പോഴൊക്കെ സമൂഹത്തെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് ഇരുട്ടിൻ്റെ കറുത്ത ശക്തികൾ ഉയർന്നു വന്നിരിക്കും. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആ പഴയ സാമൂഹ്യ പുരോഗതി, കേരളം ആർജിച്ച തന്മയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സാഹിത്യോത്സവങ്ങൾ അനിവാര്യമാണ്. ഈ സാഹിത്യോത്സവം എന്ന് പറഞ്ഞാൽ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും മറ്റ് എല്ലാതര വേർതിരിവുകൾക്കും അതീതമായിട്ട് ജനങ്ങളുടെ ഒരു സമന്വയമാണ്, സംസ്കാരങ്ങളുടെ ഒരു സമന്വയമാണ്, അക്ഷരങ്ങളുടെ ഒരു ഘോഷമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ സ്ഫുടം ചെയ്തെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം.